ഹൈപ്പോതൈറോയിഡിസത്തിന് സ്ഥിരമായി ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് മെഡിക്കേഷൻസ്, അതായത് തൈറോയ്ഡ് സപ്ലിമെൻറ്റുകൾ, T4, ലിവോതൈറോക്സിൻ സ്ഥിരമായി കഴിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കാര്യമായ പ്രയോജനം ഉണ്ടാകാറുണ്ടോ? ഒരുപക്ഷെ തൈറോയ്ഡ് ഫങ്ഷൻസ് അത്ര നോർമൽ അല്ലെങ്കിൽ ഹൈപ്പോതൈറോയിഡിസം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തൈറോയ്ഡ് സപ്ലിമെൻറ്റേഷൻ ഇഫക്റ്റീവായിട്ടുള്ള ഒരു സ്ട്രാറ്റജി തന്നെയാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും ഇത് ഉണ്ടാക്കുന്നത് എന്താണെന്നറിയാമോ? ഇത്തരത്തിലുള്ള സപ്ലിമെൻറ്റുകളോട് ഒരു ലൈഫ് ലോങ് ഡിപ്പെൻഡൻസി ഉണ്ടാകാറുണ്ട്. സ്ഥിരമായി ഈ സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ടി വരും. 10, 20, 25 വർഷം മേ ബി ലൈഫ് ലോങ് കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ നിങ്ങൾക്ക് അറിയാമായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ അങ്ങനത്തെ ഒരാളായിരിക്കാം. അല്ലെങ്കിൽ പലപ്പോഴും എന്തുകൊണ്ടാണ് തൈറോയ്ഡ് വേണ്ടത്ര രീതിയിൽ പ്രവർത്തിക്കാത്തത് എന്നറിയാത്തത് കൊണ്ട് ഒരുപക്ഷെ നിരന്തരമായി ഈ സപ്ലിമെൻറ്റുകൾ കഴിക്കാമെന്ന് മാത്രമല്ല, സപ്ലിമെൻറ്റുകൾ കഴിക്കേണ്ട അളവ് ക്രമത്തിൽ വർദ്ധിച്ചു വരുന്നതായിട്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു തൈറോയ്ഡ് ഹോർമോൺ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ഒരു ഇഫക്റ്റീവായിട്ടുള്ള ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷനായിട്ട് മാറാറില്ല. മാറണമെന്നുണ്ടെങ്കിൽ തൈറോയ്ഡ് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു എൻവയറമെൻറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ ഒരു ഒപ്റ്റിമലായിട്ടുള്ള ഒരു തൈറോയ്ഡ് എൻവയറമെൻറ്റ് സൃഷ്ടിക്കാൻ ആവശ്യമായിട്ടുള്ള ചില പ്രധാനപ്പെട്ട 5 ഘടകങ്ങളെ നോക്കാം. അതിലൊന്ന് ചില സൂക്ഷ്മ പോഷകങ്ങൾ തന്നെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സെലീനിയം നമ്മുടെ ശരീരം ഉൽപ്പാദിപ്പിക്കുന്ന T4 എന്ന ഹോർമോണെ വളരെ ആക്റ്റീവായിട്ടുള്ള ഹോർമോണായിട്ടുള്ള T3 ആയിട്ട് മാറ്റുന്നതിന് വളരെ എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു ന്യൂട്രിയൻ്റാണ് സെലീനിയം. അതുപോലെ മറ്റൊന്നാണ് സിങ്ക്. തൈറോയ്ഡ് ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നതിന് സിങ്ക് ആവശ്യമാണ്, അയഡിൻ ആവശ്യമാണ്. അതുപോലെ പല എൻസൈംസ് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് അയൺ ആവശ്യമാണ്. B12 വളരെ പ്രധാനപ്പെട്ട പോഷകങ്ങളാണ്. ഒരുപക്ഷെ ഇത്തരം പോഷകങ്ങളുടെ കുറവ് കൊണ്ടാണ് തൈറോയ്ഡ് വേണ്ടത്രയിൽ പ്രവർത്തിക്കാത്തതെങ്കിലോ? രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒന്ന്, ഒരുപക്ഷെ നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥിക്ക് എതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണെങ്കിലോ, ഓട്ടോ ഇമ്മ്യൂൺ തൈറോയ്ഡ് ഡിസോർഡേഴ്സ് ആണെങ്കിലോ, അത് ഇൻഫ്ലമേഷൻ മൂലമാണെങ്കിലോ. ഇനി സാധാരണ കാണുന്ന മറ്റൊരു മൂന്നാമത്തെ കാരണം അമിതമായിട്ടുള്ള സമ്മർദ്ദം മൂലം തൈറോയ്ഡ് ഫങ്ഷൻ ചെയ്യാതെ വരാം. അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മോശമായിട്ടുള്ള മെറ്റബോളിസം, പൂറായിട്ടുള്ള ഗട്ട് ഹെൽത്ത്, അങ്ങനെ നിരവധി കാരണങ്ങളാണ് നമ്മുടെ തൈറോയ്ഡ് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാൻ ആവശ്യമായിട്ടുള്ളൊരു ബയോളജിക്കൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ നോക്കിയാൽ ഒരുപക്ഷെ ദീർഘകാലത്തേക്ക് തൈറോയ്ഡ് സപ്ലിമെൻറ്റ് കഴിക്കുക എന്നുള്ളത് ഒരുപക്ഷെ ഒരു മോശം സ്ട്രാറ്റജിയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ശരിയായ സ്ട്രാറ്റജി തുടങ്ങുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ തൈറോയ്ഡ് ഫങ്ഷൻസിനെ കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമാണ്, നമ്മുടെ തൈറോയ്ഡ് ഗ്രന്ഥി കറക്റ്റായിട്ട് വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എന്തൊക്കെ കാരണങ്ങളാണ് നിങ്ങൾക്ക് മിസ്സാവുന്നത്, ആ മിസ് ചെയ്യുന്ന കാരണങ്ങൾ കണ്ടുപിടിച്ച് സപ്ലിമെൻറ്റിനോടൊപ്പം അതും കൂടി കറക്റ്റ് ചെയ്യുക എന്നുള്ളതായിരിക്കണം ഒരു കോംപ്രിഹെൻസീവായിട്ടൊരു സൊല്യൂഷൻ പ്ലാൻ.